സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതോടെ സ്വർണ്ണവില കുറയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സമാധാന കരാർ ഹ്രസ്വകാലത്തേക്ക് സ്വർണ്ണവിലയെ അല്പം പിന്നോട്ടടുപ്പിച്ചേക്കുമെങ്കിലും അതിൽ വലിയ പ്രതീക്ഷകൾ വേണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ അയവ് വന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ നിക്ഷേപകരെല്ലാം ഉറ്റുനോക്കുന്നത് സ്വർണത്തിലേക്കാണ്. സമാധാന കരാർ സ്വർണ്ണവില കുറയ്ക്കുമോ അതോ പഴയതുപോലെ തിരികെ കയറുമോയെന്നാണ് എല്ലാവരുടെയും ആകാംക്ഷ. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ സ്വർണം സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി പശ്ചിമേഷ്യൻ സംഘർഷം സ്വർണത്തെ ബാധിച്ചു. എന്നിരുന്നാലും ചരിത്രപരമായി ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് സ്വർണ്ണ വ്യാപാരം ഇപ്പോഴും നടക്കുന്നത്. ആഗോള അനിശ്ചിതത്വം, കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ, ധനനയത്തിലുള്ള പ്രതീക്ഷകളൊക്കെ ഇതിനാക്കം കൂട്ടുന്നു. സമാധാന കരാർ ഹ്രസ്വകാലത്തേക്ക് സ്വർണ്ണവിലയെ അല്പം മുന്നോട്ട് അടുപ്പിച്ചേക്കാമെങ്കിലും അതിൽ വലിയ പ്രതീക്ഷകൾ വേണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ജനുവരിയിലെ ഉയർന്ന നിലയിൽ നിന്ന് ജൂണിലെ താഴ്ചയിലേക്കുള്ള സ്വർണത്തിന്റെ ഇടിവ് പലിശ നിരക്കുകളുടെ സാധാരണവൽക്കരണത്തെയും ഈ വർഷം ഫെഡ് നിരക്ക് കുറയ്ക്കുന്നതിനുള്ള വിപണികളുടെ തീരുമാനത്തെയും സ്വർണത്തിന്റെ നിക്ഷേപ ആകർഷണത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഓഹരികളുടെ ഉയരുന്നതിന്റെ ഹ്രസ്വകാല ആകർഷണത്തെയും പ്രതിഫലിപ്പിച്ചതായി വിദഗ്ധർ പറയുന്നു. 2026 അവസാനത്തോടെ സ്വർണം ഔൺസിന് 6000 കടക്കുമെന്ന പ്രവചനങ്ങളുമുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ വിലയിടിഞ്ഞത് കണ്ട് ആശ്വസിക്കേണ്ടെന്നും പശ്ചിമേഷ്യൻ യുദ്ധവും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പലിശ നയത്തിലെ മാറ്റങ്ങളും സ്വർണ്ണവില ഉയരുന്നതിന് കാരണമാകുമെന്നാണ് വിലയിരുത്തലുകൾ. കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കുന്നത് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. പലിശ നിരക്ക് കുറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ബോണ്ടുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കും. ഇതാണ് സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതിന് കാരണമാകുന്നത്. കൂടുതൽ പേർ നിക്ഷേപം നടത്തുമ്പോൾ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയരുന്നതാണ് വില വർധനവിന് കാരണം. സമാധാന കരാർ സാധ്യമാവുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം സാധാരണ പോലെ നടക്കുകയും ഇത് ക്രൂഡ് ഓയിൽ വില കുറയുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യും. ഇതോടെ പണപ്പെരുപ്പമുണ്ടാകുമെന്ന ആശങ്കയും ഇല്ലാതാകും. മാത്രമല്ല, ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തിയാൽ സ്വർണം പുതിയ റെക്കോർഡുകൾ തീർക്കില്ലെന്ന കാര്യം ഉറപ്പിക്കാം. എന്നാൽ പലിശ നിരക്ക് കുറച്ചാൽ അതുവരെ താണ്ടാത്ത നിരക്കുകൾ സ്വർണം കീഴടക്കിയേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.